കാട്ടുതെക്കിൽ കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷ് ബീച്ചിൽ വെച്ച് തന്റെ ഇഷ്ടം നിധിയോടായി പറയുന്നത് ഓർക്കുന്നുണ്ട്. അന്ന് ആക്സിഡന്റ് ആയ ദിവസം ആ ഓസ്ട്രേലിയൻ കങ്കാരുവില്ലേ, അവനോട് എന്നെ ന്യായീകരിച്ച നിധി സംസാരിച്ചത്. എന്നെയാ നിധി എന്ന് സപ്പോർട്ട് ചെയ്തത്. ആ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ എങ്ങനെ നിധിയെ കാണും എന്നായിരുന്നു എൻ്റെ ആലോചന. അതിനായി ദൈവം നിധിയുടെ വീട്ടിൽ എനിക്കൊരു ജോലിയും തരപ്പെടുത്തി തന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന് 2 ദിവസത്തിനകം കല്യാണം ഫിക്സ് ചെയ്ത കാര്യം എനിക്ക് മനസ്സിലായി. അതോടെ എനിക്ക് ഭാഗ്യമില്ലാന്ന് കരുതി ഞാൻ അക്കാര്യം വിടുകയും ചെയ്തു. പക്ഷേ ആ കല്യാണത്തിൽ നിധിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അതിൽ നിന്നും തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. നിധി അപ്പോഴും നിന്നെ കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ വിധി നമ്മളെ ഒരുമിച്ചാക്കി. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ നിധി. നമ്മളെ ഒരുമിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ വിചിത്രമായ വഴി അതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതോടെ ഇനി ഒരിക്കലും തന്നെ മിസ് ചെയ്യരുതെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇയാൾക്ക് വിവാഹത്തിൽ ഒരു തരിമ്പ് പോലും ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. എന്നോടുള്ള പെരുമാറ്റത്തിൽ നിന്നും തനിക്ക് ഡിവോഴ്സ് വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെയൊരു വിവാഹത്തിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യം ഇയാൾക്കില്ല. ഈ ഡിവോഴ്സ് കഴിഞ്ഞാലും നമ്മൾ രണ്ടുപേർക്കും വേറൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. പക്ഷെ നിധി, ഇപ്പൊ ഞാൻ നിധിയുടെ മുന്നിൽ വെച്ച് പറയാം, ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല. ഇയാൾ മാത്രമാണ് എൻ്റെ ജീവിതം. ഞാനിതൊരു കള്ള കല്യാണമായിട്ട് കാണുന്നേ ഇല്ല നിധി. ഇയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഞാൻ ഇത്രയും കാലം ചിന്തിച്ചതേ അല്ലല്ലോ സുധീഷിന്റെ മനസ്സിൽ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി താൻ തൻ്റെ ജീവിതമാണല്ലോ കളഞ്ഞത് എന്നോർത്ത് ഞാൻ എപ്പോഴും വിഷമിക്കാറുണ്ട്. സുധീഷിന് എന്നെ ഇത്രയും ഇഷ്ടമാണോന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ ശരിക്കും ഇഷ്ടമാണോ സുധീഷെ എന്നവൾ ചോദിക്കുമ്പോൾ, ഇതെന്തൊരു ചോദ്യം നിധി. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിനോളം എനിക്ക് നിധിയെ ഇഷ്ടമാണ് എന്നവൻ പറയുമ്പോൾ അവളും ഒന്ന് കടലിലേക്ക് നോക്കിക്കൊണ്ട്, പക്ഷേ ഇത് അറബിക്കടല എന്ന് പറയുന്നുണ്ട്. ആ, ഏതായാലും ഈ കടലിനോളം എനിക്കിഷ്ടമാണ് എന്ന് സുധീഷും പറയാണ്. പക്ഷേ എനിക്കിതൊന്നും ഇത്രയും മനസ്സിലായില്ലല്ലോ സുധീഷെ, എനിക്ക് നിങ്ങളെ എന്നവൾ പറയുന്നത് ഓർത്തുകൊണ്ട്. പറഞ്ഞോളൂ നിധി, പറഞ്ഞോളൂ എന്ന് സുധീഷും കടൽ നോക്കിക്കൊണ്ട് കണ്ണുമടച്ച് പറയാണ്. സുധീഷ് ഒറ്റയ്ക്ക് നിന്ന് പെറുപെറുക്കുന്നത് കേട്ട് നിധിയും സുധീഷെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൻ കണ്ണുമടച്ച് പിടിച്ചുകൊണ്ട് പറയൂ നിധി പറയൂ എന്നൊക്കെ പറയാണ്. നിധി തന്റെ കയ്യിൽ കടലയെടുത്ത് സുധീഷിനെ ഒന്ന് എറിയുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞില്ലേ എന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും, എന്ത് നിപ്പാ സുധീഷേ ഇത്, നമുക്ക് പോകണ്ടേ, ഇവിടെ ഇരുന്ന് വേര് മുളച്ചു എന്ന് പറയുമ്പോൾ, വാ നമുക്ക് നടക്കാം എന്ന് നിധി പറയുമ്പോൾ, ശരി വരിക എന്നും നിരാശയോടെ പറഞ്ഞുകൊണ്ട് സുധീഷും അവളുടെ കൂടെ നടക്കുന്നുണ്ട്. അവരങ്ങനെ നടന്നു പോകുമ്പോഴേക്കും അവിടെ ഒരു പെണ്ണിച്ചെറുക്കനും നിന്ന് വഴക്ക് കൂടുന്നത് കാണുന്നുണ്ട്. സുധീഷും പെട്ടെന്ന് അവനെ കണ്ട് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട്, ഇത് സതീശനല്ലേ എന്ന് നിധിയോടെ ചോദിക്കുന്നുണ്ട്. നിധിയും സംശയത്തോടെ അവനെ നോക്കുമ്പോൾ, സതീഷ് എൻ്റെ കൂടെ പഠിച്ചതാ, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിധിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. സുധീഷ് അങ്ങോട്ട് ചെന്ന് സതീഷെ എന്ന് വിളിക്കുമ്പോൾ അവനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനടുത്തേക്ക് ചെന്ന് നിധിയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം, എന്തിനാ വഴക്കൂടുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയും അവിടെ നിന്ന് കരയാൻ തുടങ്ങാണ്. എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വാ നമുക്ക് അപ്പുറം ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി നിധിയും സുധീഷും അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ 4 പേരും അങ്ങനെ കടൽക്കരയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാണ്. എന്താടാ കാര്യം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഞങ്ങൾ 3 വർഷമായി ഒരുമിച്ച ജോലി ചെയ്യുന്നത്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചാ. പക്ഷേ ഇപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾക്ക് താല്പര്യമില്ല എന്നാ പറയുന്നേ എന്നവൻ പറയുമ്പോൾ, അതെന്തു പറ്റി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇഷ്ടമില്ല എന്നല്ലേ പറയാൻ പറ്റൂ എന്നാ പെൺകുട്ടി പറയുമ്പോഴേക്കും സുധീഷും അയാളോടായി അത് ശരിയാ എന്ന് പറയുന്നുണ്ട്. 3 വർഷം അടുത്തിടെ പഴകിയിട്ട് ഇപ്പോഴാണോ ഇഷ്ടമില്ലെന്ന് പറയണ്ടേ, നേരത്തെ പറയായിരുന്നല്ലോ എന്നയാൾ പറയുമ്പോൾ സുധീഷും ടെൻഷനോടെ ആ പെൺകുട്ടിയെ നോക്കുന്നുണ്ട്. അതങ്ങനെ നല്ല ചേട്ടാ, 3 വർഷമായി ഞങ്ങൾ ഒരുമിച്ച ജോലി ചെയ്യുന്നത്. സുധീഷും എൻ്റെ നല്ല കൂട്ടുകാരനാ. ഒരാളോട് നന്നായി പെരുമാറി എന്ന് കരുതി അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് എന്നാണോ അർത്ഥം എന്നവൾ ചോദിക്കുമ്പോഴേക്കും, ഇതൊന്നുമല്ല, അവൾക്ക് വീട്ടിൽ വേറെ കല്യാണാലോചന വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ജോലി സ്റ്റാറ്റസ് ഒന്നും അവൾക്ക് പോരാ, അതുകൊണ്ടാ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നേ എന്ന് സതീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ പെൺകുട്ടിയും ഒരുമിച്ച് സംസാരിച്ചു. സിനിമയ്ക്ക് പോയി എന്നതിനൊക്കെ അർത്ഥം വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നാണോ നിങ്ങൾ ആൺകുട്ടികളുടെ കൂടെ എന്ന് പറയുമ്പോഴേക്കും, സിനിമയ്ക്കും ഐസ്ക്രീം കഴിക്കാനൊക്കെ പോയെന്ന് വെച്ചാൽ അവരെ വിവാഹം കഴിക്കുമെന്നാണോ അർത്ഥം എന്ന് നിധി ചോദിക്കുന്നതായി സുധീഷിന് തോന്നുന്നുണ്ട്. അത് കേൾക്കേ സതീഷും, അതൊന്നുമല്ല, ഇവക്കിപ്പോ എന്റെ ജോലി പോരാ, സ്വത്തും അന്തസ്സും ഒന്നും പോരാ, അതാ കാര്യം എന്ന് പറയുമ്പോൾ, നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ പെൺകുട്ടിയും ചോദിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടോടാ എന്ന് സുധീഷ് സതീഷിനോടായി ചോദിക്കുമ്പോൾ, ഇല്ല ഏട്ടാ, ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് രമ്യയും പറയുന്നുണ്ട്. പക്ഷേ അപ്പൊ എന്റെ ഇഷ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, അതെനിക്ക് എങ്ങനെ അറിയാം, അതൊക്കെ എന്റെ വിഷയമാണോ എന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും, ഇതിപ്പോ എനിക്കുള്ള പണി ഞാൻ തന്നെ ചെന്ന് വാങ്ങിച്ച പോലെ ആയല്ലോ ഈശ്വര എന്ന് സുധീഷും മനസ്സിൽ കരുതുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, എന്നാ പിന്നെ ഇപ്പൊ പറഞ്ഞൂടെ എന്ന് സതീഷ് ചോദിക്കുമ്പോൾ, എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പറഞ്ഞില്ലേ എന്ന് രമ്യയും പറയുന്നുണ്ട്. അതൊന്നല്ല സുധീഷേ, അവളുടെ വീട്ടിൽ കാശുണ്ട്, എന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല, ഇവളുടെ അത്ര ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല, അതൊക്കെ അവളുടെ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും, എന്റെ ദൈവമേ, എന്റെ തന്നെ ഫോട്ടോസ്റ്റാറ്റിനാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടുവച്ചത്, ഇവനാണെങ്കിൽ കൊള്ളാവുന്ന ഒരു ജോലിയെങ്കിലും ഉണ്ട്, എനിക്കതുമില്ല എന്ന് സുധീഷ് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും രമ്യയും, അതൊന്നുമല്ല ഏട്ടാ, ഇത്രകാലം ഇവനോട് സംസാരിച്ചിട്ടും എനിക്കൊരു വൈബ് ഇവളോട് തോന്നിയിട്ടില്ല. ഇവൻ എന്നെ ഇഷ്ടമാണ്, പക്ഷേ അതിന്റെ പേരിൽ ഒരാളെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ പറ്റുമോ? ഇവന്റെ ടേസ്റ്റ് വേറെ, എന്റെ ടേസ്റ്റ് വേറെ,
ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇവൻ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഒരു പാർട്ട്ണറായി ഇവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ജീവിതത്തെക്കുറിച്ച് എനിക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഏട്ടാ? എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എന്റെ പാർട്ട്ണർ എങ്ങനെ വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടാവില്ലേ? അതിലെവിടെയും സതീശില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇല്ല ഏട്ടാ, എനിക്ക് നുണ പറയുന്നതേ ഇഷ്ടമല്ല എന്നവൾ പറയുമ്പോഴേക്കും, നിങ്ങളാണെങ്കിൽ വായ തുറന്ന നുണ മാത്രമേ പറയൂ എന്ന് നിധി പറയുന്നതായിട്ട് സുധീഷിനെ തോന്നുന്നുണ്ട്. അത് കേട്ട് രമ്യെ എന്ന് സതീഷ് വിളിക്കാണ്. ആ കുട്ടി സംസാരിക്കട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ, എനിക്ക് കാമായിട്ടുള്ള ആളുകളെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മറ്റെന്തെങ്കിലും മനസ്സിലാക്കി അതിന് പോയി പ്രശ്നം ഉണ്ടാക്കും എന്ന് രമ്യ പറയുമ്പോഴേക്കും സുധീഷും അന്ന് നിധി പറഞ്ഞത് കേട്ട് ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സുധീഷും ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും, കണ്ടില്ലേടാ കണ്ടില്ലേ, പണമല്ലാതെ എന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് എന്ത് കുറവാണുള്ളത് എന്ന് സതീഷ് ചോദിക്കുമ്പോൾ, ക്യാരക്ടർ എന്ന് നിധി പറയുന്നതായി സുധീഷിന് തോന്നുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന നിധിയോടായി സിസ്റ്റർ പറ, ഇങ്ങനൊരു അവസ്ഥ വന്നാൽ സിസ്റ്റർ എന്ത് ചെയ്യും? എന്റെ സ്ഥാനത്ത് സുധീഷ് ആണെങ്കിൽ സിസ്റ്റർ എങ്ങനെയാ പെരുമാറുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് പറയാനാ, നിങ്ങളുടെ ജീവിതം നിങ്ങളല്ലേ തീരുമാനം എടുക്കണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും തീരുമാനിക്കുക എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ പറയും എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഷോ നശിപ്പിച്ച് എന്നും പറഞ്ഞ് തലയിൽ കൈവയ്ക്കുന്നുണ്ട്. എങ്ങനെയുള്ള ആളെയാ വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ എനിക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? ഈ കുട്ടി നിങ്ങളെ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെന്ന് കരുതി വിവാഹം കഴിക്കണമെന്ന് അർത്ഥമുണ്ടോ? അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? ഇപ്പോൾ സുധീഷും ഞാനും ഫ്രണ്ടാണെന്ന് കരുതി വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? സോറി, നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഫ്രണ്ടാവുന്നതും കൂടെ ഇരിക്കുന്നതും വിവാഹം കഴിക്കാനുള്ള കൺസെന്റ് ആണോ? നിങ്ങൾ ആ കുട്ടിയൊന്ന് വെറുതെ വിട്. വെറുതെ എന്തിനാ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നേ? ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കുട്ടി വന്ന് പറയും. അല്ല, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് അവിടെ വെച്ച് വിട്ടേക്കണം. ഞാനും ഈ കുട്ടിയെ പോലെയാ. നുണ പറയുന്നവരെയും ആലോചിക്കാതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവരെയും എനിക്കിഷ്ടമേ അല്ല. ഈ കുട്ടിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതൊക്കെ വലിയ പ്രശ്നമായി മാറും. സോറി, ഞാൻ കുറെ സംസാരിച്ചു. സുധീഷെ പറ എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷ് ഒരു ഞെട്ടലോടെ, ഞാനെന്ത് പറയാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അവരോട് സംസാരിക്കേ എന്ന് പറയുമ്പോഴേക്കും, ആ കുട്ടി പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് ആ കുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് എന്താ കാര്യം? എടാ, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്, ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സതീഷും അവിടുന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ നടന്നു പോകുന്നുണ്ട്. കുട്ടിയും പൊക്കോളൂ എന്ന് നിധി പറയുമ്പോൾ രമ്യയും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സുധീഷും പെട്ടെന്ന് എന്തോ ചിന്തിച്ചുകൊണ്ട്, സുധീഷെ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. സതീഷിന്റെ അവസ്ഥ നീ കണ്ടില്ലേ? അവൻ നടന്നു പോയ പോലെ വിഷമിച്ച് നീ നടന്നു പോകേണ്ടി വരും. അവൾ ഇങ്ങോട്ട് വന്ന് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കണം. അതുവരെ ഒന്നും പറയാൻ നിൽക്കണ്ട. നിധിയും സുധീഷിനോടായി, അല്ല സുധീഷിന് എന്തോ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നാളെ കോടതി പോകുന്നതല്ലേ, അതിന്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ എന്ന് പറയുമ്പോൾ, കോടതി പോകുന്നതിന് എനിക്കെന്ത് ടെൻഷനാ? അതല്ല, കോടതി പോകേണ്ട അവസ്ഥയൊക്കെ വന്നല്ലോ എന്ന് കരുതി നിധിക്ക് വിഷമം ഉണ്ടാവേണ്ടെന്ന് കരുതിയാ? അങ്ങനെ പറഞ്ഞാൽ നിധി ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ? അതാ ഒന്നും പറയാതെ കൊണ്ടുവന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ, ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പിരിയേണ്ടി വരുമ്പോഴാണെങ്കിലല്ലേ വിഷമമൊക്കെ വേണ്ടൂ. ഇതങ്ങനെയല്ലല്ലോ. എനിക്കിതിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാ എന്ന് നിധി പറയുമ്പോൾ സുധീഷും ആകെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് പോയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ ശരിയെന്നും പറഞ്ഞ് സുധീഷും അവിടെ എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ വീട്ടിലെ ഹാളിൽ നിധിയും സുധീഷിനെയും കാത്ത് ടെൻഷനോടെ നിൽക്കാണ് നികേഷും സുഭാഷും. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇങ്ങനെ നിൽക്കണേ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഏടത്തിയും കൊണ്ട് സുധീഷ് ചേട്ടൻ പുറത്തേക്ക് പോയിരിക്കുക, വരുന്നത് കാത്ത് നിൽക്കുക എന്ന് നികേഷ് പറയുമ്പോൾ, അതിന് ഇത്രയും ടെൻഷൻ വേണോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇന്ന് സുധീഷ് ചേട്ടൻ ഏട്ടത്തിയോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാ പോയേക്കണേ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ അറിയാഞ്ഞിട്ടുള്ള ടെൻഷനാ എന്ന് നികേഷ് പറയുമ്പോൾ, അതിനെന്തിനാ സുഭാഷ് ചേട്ടന് ടെൻഷൻ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, എടാ അങ്ങനല്ലടാ, നിധി അഥവാ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു പേടി. അഥവാ അങ്ങനെ വന്നാ അവനാകെ തകർന്നു പോവും എന്നാലോചിച്ചിട്ടാ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് വെറുതെ നെഗറ്റീവ് അടിക്കാതിരിക്കെ, എല്ലാം ശരിയാവും എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് ആയോണ്ടാ അവൻ എങ്ങനെയാ സംസാരിക്കാമെന്നും പറയാൻ പറ്റില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, അത് ശരിയാ, അയാളെ എപ്പോ എങ്ങനെ സംസാരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുധീഷും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മഴയൊന്നും ചാറിയില്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഇല്ല സുഭാഷ് ഏട്ടാ, ഓഫീസ് കഴിഞ്ഞ് നേരെ ചെന്നതാ, കുറച്ചു സമയം അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പോന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷും ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോഴേക്കും നിധിയും ഞാനും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. സുധീഷന്റെ പോക്ക് കണ്ടിട്ട് എല്ലാം കൊളാക്കിയെന്നാ തോന്നേ എന്ന് ഹരീഷ് പറയുമ്പോൾ, ഞാൻ പോയി ചോദിച്ചാലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, അവനായിട്ട് പോയി കിടന്നതല്ലേ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറത്തു വരട്ടെ എന്നിട്ട് ചോദിക്കാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടത്തി ഓഫീസിൽ നിന്ന് നേരെ ബീച്ചിലേക്കാണോ പോയത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അതെ എന്ന് നിധിയും പറയാണ്. സുധീഷ് അങ്ങോട്ട് വന്നതാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഓഫീസിലേക്കാ വന്നത്, അവിടുന്ന് ഒരുമിച്ചാ പോയത്. ചോദിച്ചപ്പോൾ കോടതിയിലേക്ക് പോകുന്നതല്ലേ, മനസ്സ് അപ്സെറ്റ് ആണെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാ എന്നും പറഞ്ഞു. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ സുധീഷ് നിർബന്ധിച്ചുകൊണ്ട് വെറുതെ പോയിട്ട് ഇങ്ങോട്ട് പോന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ സുഭാഷ് ചേട്ടാ, എനിക്ക് വിശക്കുന്നു എന്ന് നിധി പറയുമ്പോൾ, ആ മോള് വാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് നിധിയും അവന്റെ പുറകെ പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ ഹാളിൽ പായ വിരിച്ച് കിടക്കാൻ ഒരുങ്ങാണ് നികേഷും ഹരീഷും. അപ്പോഴേക്കും സുധീഷ് അവിടെ വന്ന് തുണിഞ്ചാരി ഇരിക്കുന്നുണ്ട്. ഹരീഷ് ഏട്ടാ ചോദിച്ചാലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, മിണ്ടാതിരിക്കടാ, ആകെ ദേഷ്യത്തിലാണെന്നാ തോന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും വന്ന്
മിണ്ടാതെ രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും അതാണ് പറഞ്ഞത് കേട്ടില്ലേ, കിടന്നുറങ്ങാൻ നോക്ക്, ഊണ് കഴിഞ്ഞില്ലേ, ഇനി നല്ലൊരു ഉറക്കാണല്ലോ വേണ്ടത്, അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കേ എന്ന് സുധീഷ് ദേഷ്യത്തോട് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ട് എന്തോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അല്ല തലവേന എങ്ങനെയുണ്ട് സുധീഷേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ ഓ ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ, എത്ര നേരമായിട്ട് ഞാൻ ആ മുറി കിടക്കാന്നറിയോ, ഒരാൾ വന്ന് ചോദിച്ചോ എടാ വേദന മാറിയോ ഇല്ലയോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ എന്റെ വേദന മാറോ മാറാതിരിക്കോ ചെയ്യും, നിങ്ങൾക്കൊക്കെ അതിലെന്താ കുഴപ്പമുള്ളത്, ഞാൻ അങ്ങ് തൊലഞ്ഞു പോട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ എന്താ കാര്യം എന്ന് സുഭാഷ് അവന്റെ അടുത്തേക്ക് ഇരുന്ന് ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് ഇരുന്ന് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വരല്ലേ, തലവേദന എടുക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കിടന്നപ്പോൾ ഒരാൾക്കെങ്കിലും വന്ന് നോക്കാൻ തോന്നിയോ, എനിക്ക് വിശക്കുന്നുണ്ടോന്ന് പോലും ചോദിക്കാൻ തോന്നിയോ നിങ്ങൾക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ അതിന് അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്ന് ഹരീഷും പറയുമ്പോഴേക്കും അന്ന് ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോൾ എന്നെ തനിയാക്കിയിട്ട് പോയ ആളാ സുധീഷേട്ടൻ എന്ന് നികേഷും പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ആകെ ചമ്മലോടെ അവരെ നോക്കിയിരിക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും